PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഔപചാരികമായി ഒപ്പുവെച്ചതോടുകൂടി കേന്ദ്ര സർക്കാരുമായി മാനവശേഷി മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടുകൂടി ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളം ശരിയായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നൂതനമായ പദ്ധതികൾ, പ്രത്യേകിച്ച് നൈപുണ്യ വികസനം, വിദ്യാർത്ഥികൾക്ക് മറ്റ് വിദേശ ഭാഷകളടക്കം പഠിക്കാനുള്ള അവസരങ്ങൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമൂലമായ ഒട്ടേറെ പരിവർത്തനങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുമായിരുന്ന ഒരു കാര്യമാണ് 4 വർഷക്കാലം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷം ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തടസ്സപ്പെടുത്തിയത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഉന്നതമായിട്ടുള്ള പല മത്സര പരീക്ഷകളിലും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വിദ്യാർത്ഥികളുമായിട്ട് മത്സരിച്ച് മുന്നോട്ട് പോകാനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരു അപാകവുമില്ല, ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, NEP-യിൽ എന്താണ് കുഴപ്പം എന്ന് പരസ്യമായി സമ്മതിച്ചതിലൂടെ കഴിഞ്ഞ 4 വർഷം ഇത് തടസ്സപ്പെടുത്തിയതിലുള്ള തെറ്റായ കാര്യം ജനങ്ങളോട് തുറന്നു പറയാനും വിദ്യാഭ്യാസ സമൂഹത്തോട് അത് മാപ്പ് പറയാനും ഈ സർക്കാർ തയ്യാറാവണം, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഗോവിന്ദമാഷ് പറയുന്നത് PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിട്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇതിനോടകം അത് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ CPI പിരികേറ്റി UDF നടത്തുന്ന പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. കാരണം അവർ സർക്കാരാണ് ആദ്യം ഇതിലെല്ലാം ഒപ്പിട്ടത്. കർണാടക സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസം കഴിയുമ്പോൾ തന്നെ PM ശ്രീ പദ്ധതി പുതുക്കി. നേരത്തെ ഉണ്ടായിരുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ, തൊട്ടു മുമ്പ് രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരായിരുന്നു, അവർ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം തുടരുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രചരണം നടത്തുന്നത് ഞങ്ങൾ വന്നാൽ എന്തോ അത്ഭുതം സംഭവിക്കുന്നു, അവർ വന്നാൽ ഇത് നടപ്പാക്കേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്ത് കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി ഇപ്പോൾ ഇത് തെളിഞ്ഞിരിക്കുകയാണ്. കേരളം ഈ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് കേരളമാണ്, ഞങ്ങളിതൊന്നും നടപ്പാക്കില്ല, ശരിയായ സമീപനമല്ല. ഇത് നടപ്പാവും, നടപ്പാക്കേണ്ടി വരും. ശിവൻകുട്ടിക്ക് അത് നേരത്തെ മനസ്സിലായി, പിണറായി വിജയൻ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. വളരെ മൗലികമായ മറ്റൊരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത് കരിക്കുലം പരിഷ്കരണത്തിൽ തങ്ങൾക്ക് ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ്. അതും ഇടപെടാൻ സാധിക്കും. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കേന്ദ്രത്തിനും ഇടപെടാം, സംസ്ഥാനത്തിനും ഇടപെടാം. സംസ്ഥാനം ചില കാര്യങ്ങൾ ഇടപെടും, പക്ഷെ കേന്ദ്രവും ചില കാര്യങ്ങൾ ഇടപെടും. അതുകൊണ്ട് കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും കേന്ദ്രത്തിന് അവകാശങ്ങളുണ്ട്, സംസ്ഥാനത്തിനും അവകാശങ്ങളുണ്ട്. അതിനിടയിലൊന്നും ഒരു തരത്തിലും
ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കാൻ ആഗ്രഹിച്ചത്, തീരുമാനിച്ചത്, ആ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പാവും. ഇത് വളരെ വലിയൊരു ആശയപരമായ വ്യതിയാനമാണ്, നയപരമായ ഒരു വ്യതിയാനമാണ്. ഇടതുപക്ഷം കാലാകാലങ്ങളായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അശാസ്ത്രീയമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെ ഗോമൂത്രം കുടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കള്ളപ്രചരണം ആവർത്തിച്ച് നടത്തിയവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി എന്ന് പറയുമ്പോൾ അവരത് തുറന്നു പറയാൻ തയ്യാറാവണം. ഞാൻ പറയട്ടെ. ഇനിയുണ്ട്. കേന്ദ്രം നടപ്പാക്കിയ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പായിട്ടുണ്ട് കേരളത്തിൽ. നമ്മളിപ്പോൾ പല കാര്യങ്ങളും പുറകിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ നടപ്പാക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു. അന്ന് നമ്മുടെ വീണ ജോർജ് പറഞ്ഞത് അത് കയ്യിലങ്ങ് വെച്ചാൽ മതി എന്നാണ്, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ ചുമരിലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുണ്ട്. ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു, നടപ്പായി. നമുക്കറിയാത്തതുകൊണ്ടാണ്. അന്യരാജ്യങ്ങളിലുള്ള പൗരന്മാർ ഇവിടെ അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിടാൻ ഈ പിണറായി വിജയൻ സർക്കാർ പ്രത്യേക കേന്ദ്രങ്ങൾ തുറന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഈ അടുത്ത കാലത്തായി കേന്ദ്ര സഹായത്തോടു കൂടി വലിയൊരു ഒരു ആളുകളെ പിടിച്ചിടാനുള്ള സ്ഥലം വെച്ചിരിക്കുക. പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രാജ്യത്തിനല്ലാത്ത ആൾക്കാർ അനധികൃതമായിട്ട് ഇവിടെ കടന്നുകൂടി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചയക്കാനാണ് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നത്. അപ്പോൾ പൗരത്വ രജിസ്റ്റർ ഇവിടെ നടപ്പായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, SIRഉം ഇവിടെ നടപ്പാവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പാവില്ല, ഇത് കേരളമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നും നടക്കില്ല, ഇതെല്ലാം ഇവിടെ നടപ്പാവും. നിങ്ങൾ നോക്കിയാൽ വൈകാതെ ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIR കേരളത്തിൽ നടപ്പാവും എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കണം. അപ്പോൾ SIR നടപ്പാവും, പൗരത്വ രജിസ്റ്റർ നടപ്പാവും, CAയുടെ എല്ലാ നിബന്ധനകളും ഇവിടെ നടപ്പാവും. എന്തൊക്കെയാണോ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വഖഫ് നിയമം, ഇവർ പറഞ്ഞു വഖഫ് നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. രണ്ടുപേരും കൂടെ പ്രമേയം പാസ്സാക്കി, SIRൽ പ്രമേയം പാസ്സാക്കി. നിങ്ങളെ പ്രമേയമൊക്കെ മേശയിനകത്ത് ഇരിക്കുക എന്നല്ലാതെ ഇതൊക്കെ ഈ രാജ്യത്ത് നടപ്പാവും. അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം, എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങളിവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപകടകരമായ ഒരു കാര്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങളേ ഉള്ളൂ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണത്തെ എതിർത്തു, 30 മീറ്ററിൽ റോഡ് മതി എന്ന് പറഞ്ഞു. നമ്മൾ പല കാര്യങ്ങളും പണ്ട് പറഞ്ഞു, ട്രാക്ടർ തടഞ്ഞു, എന്തെല്ലാം മണ്ടത്തരങ്ങൾ ഇടതുപക്ഷം ഈ രാജ്യത്ത് കാണിച്ചു. അപ്പോൾ അതെല്ലാം തിരിച്ച് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആദ്യം ആരംഭിച്ച സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ IT. നമ്മളിന്ന് ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും കടത്തിവെട്ടി IT ഹബ് ആവേണ്ടതായിരുന്നു. കൂടംകുളം പദ്ധതി 15 കൊല്ലം VS അച്യുതാനന്ദൻ. എല്ലാവരും VS അച്യുതാനന്ദൻ വലിയ മഹാനാണെന്ന് പറയും. പക്ഷെ VS അച്യുതാനന്ദനെ പോലെ ഒരു വികസന വിരോധി നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല. 2500 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം ചെലവിൽ കൂടംകുളത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള വൈദ്യുത പദ്ധതി. ഇപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം പകുതി പരിഹരിക്കുന്നതിന് കാരണമായത് ആ പദ്ധതിയാണ്. 15 കൊല്ലം VS അച്യുതാനന്ദനെ തടഞ്ഞു വെച്ചു. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വികസന കാര്യങ്ങളും നല്ല കാര്യങ്ങളും തടഞ്ഞു വെക്കുന്ന ഒരു പതിവാണ് കേരളത്തിലുള്ളത്. മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സത്യം അങ്ങ് പറയണം ജനങ്ങളോട്. ഞങ്ങൾ NEP ഇവിടെ നടപ്പാക്കും, അല്ലാതെ ശിവൻകുട്ടിയെ കൊണ്ട് ഞങ്ങൾ പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ്. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? എന്തോ ഒരു പ്രത്യേക പദമൊന്നുമില്ല അദ്ദേഹം ഉപയോഗിച്ചു, യമകണ്ഠകാലം, എന്തോ ഒരു കാലത്തെ ഞാൻ മറന്നുപോയാൽ. ഗോവിന്ദ മാഷക്കും ആ പാർട്ടിക്കും ഇനി യമകണ്ഠകാലമാണ്. അതുകൊണ്ട് അത് ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കരുത്. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി കേരളത്തിൽ നടപ്പാക്കണം. PM ശ്രീയിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ കേരള സർക്കാർ ഊർജിതമായി അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ശരിയായി നടപ്പാക്കണം എന്നുള്ളതാണ് ജനപക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ CPIയുടെ കാര്യം നിങ്ങൾ ചോദിക്കേണ്ടതാണ്. CPIയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല.
CPIക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം അതാണ്. CPI കുരയ്ക്കും, കടിക്കില്ല. ബിനോയ് വിശ്വം എന്തെല്ലാം പറഞ്ഞു, ഞാനിപ്പോൾ ആക്ഷേപിച്ച് പറയുന്നതല്ല. CPI പറഞ്ഞു മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നയം കേരളത്തിൽ നടപ്പാവില്ല. ആഭ്യന്തര വകുപ്പിന് ഒരു കൊല്ലം മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഇവിടെ ആയുധങ്ങൾ വാങ്ങാനും പരിഷ്കാരത്തിന് എത്രായിരം കോടിയാണ് വരുന്നത്. CPI പറഞ്ഞു മാവോയിസ്റ്റ് വേട്ട നടപ്പാവില്ല. മാവോയിസ്റ്റുകളെ എല്ലാ കൊല്ലവും ഇവിടെ വെടിവെച്ചു കൊല്ലുകയാണ്. CPI പറഞ്ഞു പൂരം കലക്കി ഇപ്പം നടപടിയെടുക്കണം, അജിത് കുമാറിനെ മൂക്കിൽ കയറ്റണം. അജിത് കുമാർ അത് അവിടെ ഇരിക്കുന്നത്, ഒരു മൂക്കിൽ അജിത് കുമാറിനെ കയറ്റിയിട്ടില്ല. CPI എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസനത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനമാണ് ബിനോയ് വിശ്വത്തിനുള്ളത്. കാരണം ബിനോയ് വിശ്വത്തിന്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഒറ്റ വൺ ഇന്ത്യ വൺ റേഷൻ ഇവരാദ്യം ഭയങ്കര എതിർപ്പ് പറഞ്ഞവരാണ്. ഈ ഭക്ഷ്യ സുരക്ഷാ മേഖലയിൽ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതാണ്. ഇപ്പോൾ റേഷൻ അഴിമതി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവന്നു. വളരെ സമഗ്രമായിട്ടുള്ള മാപ്പിംഗ് കൊണ്ടുവന്നു. റേഷൻ കാർഡുകൾ പരിഷ്കരിച്ചു. 1 കിലോ അരി പോലും പാഴായി പോകരുത്, ഒരു ലിറ്റർ മണ്ണെണ്ണ പോലും പാഴായി പോകരുത്, ഗോതമ്പ് പോലും പാഴായി പോകരുത്, അതിലെ ലീക്ക് തടയണം. എല്ലാം കേന്ദ്ര നടപടികളാണ്, പദ്ധതികളാണ്. നിങ്ങൾ ആദ്യം ഈ GR അനിൽ കുറേ ബഹളം വെച്ചു. ഞാനിത് വെറുതെ പറയുന്നതല്ല, മാധ്യമങ്ങൾക്ക് എല്ലാം അറിയുള്ളൂ. CPIയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണപായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത്? സംസ്ഥാനത്തിൽ എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്? അതും നിങ്ങൾ പറയണമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബദൽ പദ്ധതി ഉണ്ട്. എന്ത് പദ്ധതിയാണ് ഉള്ളത്? ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കാശില്ല. അത് ഞാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല. രക്ഷിതാക്കളും അധ്യാപകരും കുടുങ്ങിയിരിക്കുകയാണ്. PTA ഓടി ഒളിക്കുകയാണ്. പ്രധാന അധ്യാപകർ ഞങ്ങൾക്ക് ഈ തസ്തിക വേണ്ടെന്ന് പറയുകയാണ്. കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ ഇയാൾ എഴുതി കൊടുത്ത് ഒരു ആഴ്ചയിൽ ഒരു ബിരിയാണി കൊടുക്കണം. എവിടുന്ന് കൊടുക്കാൻ? അരിയും പയറും കൊടുക്കാനില്ല, ഉള്ളത് കേന്ദ്രം കൊടുക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ നട്ടം തിരിയുകയാണ്, എല്ലാ മേഖലകളിലും. അപ്പോൾ കേന്ദ്രം കൈയച്ച് സഹായിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ ശരിയായി നടപ്പാക്കണം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുത്, ഹിപ്പോക്രസി കാണിക്കരുത്. കാരണം എന്താ അറിയാം, സത്യം അങ്ങ് പറയണം. കോൺഗ്രസ്സുകാർ സമർത്ഥന്മാരാണ്. അവരവരുടെ സർക്കാരൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കാശും വാങ്ങി പരിപാടി നടപ്പാക്കി. കേരളത്തിൽ KSUക്കാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടും സമരം ചെയ്യുകയാണ്. CPI ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ഇവിടെ മാത്രം എന്താ ബഹളം? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPI, ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് അത്രയും ശക്തി CPM-ന് ഇല്ലല്ലോ. അപ്പോൾ CPM-മായി ചേർന്ന് നടപ്പാക്കാൻ പറ്റില്ല, കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് നടപ്പാക്കാം. ഇതെന്ത് നയമാണ്? അപ്പോൾ ഇതൊരു ശരിയായ സമീപനമല്ല. പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും CPI-യും. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ബിനോയ് വിശ്വം ഈ നാടകം കളിക്കുന്നത്? ഇപ്പോൾ ശിവൻകുട്ടി വിളിച്ച് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്തോ ചർച്ച ചെയ്യാനാണ്? എന്ത് ചർച്ച ചെയ്യാനാണ്? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, ആരുടെ തലച്ചോറിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത്? ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചർച്ച ചെയ്യാനുള്ളത്? മേശയ്ക്ക് ചുറ്റിയിരുന്ന് ഇനിയിപ്പോൾ പരിഹരിക്കാമെന്ന് ശിവൻകുട്ടി പറഞ്ഞാൽ എന്ത് പരിഹരിക്കാനാണ്? MOU ഒപ്പിട്ടു, ഇനി മാറാൻ പറ്റില്ല. മാറിയാൽ പ്രത്യാഘാതം ഉണ്ടാവും അതിൻ്റെ. അതെനിക്കറിയില്ല. PM ശ്രീയിൽ വല്ല ഡീലുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. മുഖ്യമന്ത്രി പറയട്ടെ എന്താ ഡീൽ. PM ശ്രീ പദ്ധതിയിൽ നടപ്പാക്കുന്നതിൽ എന്താ ഡീൽ പറഞ്ഞോട്ടെ. ഇല്ലേ നിങ്ങൾക്ക് അറിയുന്നത് പറയും, കോൺഗ്രസിന് അറിയുന്നത് പറയും. ഇത് നടപ്പാക്കാൻ വൈകിയതിൻ്റെ കുറ്റം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ്. കുട്ടികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായി. നോക്കൂ, 25 കൊല്ലം മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ്. 25 കൊല്ലം മുമ്പ് വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് TP ശ്രീനിവാസനെ അടിച്ച് നിലത്തിട്ടത്. ഇപ്പോൾ ഈ സർക്കാർ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണമെന്ന് പറയുന്നില്ലേ? അപ്പോൾ 25 കൊല്ലം നമ്മളെ കുട്ടികൾ വിസ എടുത്ത് പണം ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മളെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നു. ഇപ്പോൾ ഇവിടെ അവർക്ക് ക്യാമ്പസ് വരുന്നു. അതിപ്പോൾ വലിയൊരു അനീതിയാണ്. ചരിത്രത്തോട് ചെയ്യുന്ന, പുതിയ തലമുറയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് ഈ കാര്യം. മുഖ്യമന്ത്രി ഡൽഹി പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലാതെ മുഖ്യമന്ത്രി അല്ല, അതിന് ഇവിടെ സാർ അറിയില്ല. ഇവിടെ രാജഭരണല്ലേന്ന്, ഇവിടെ രാജഭരണല്ലേ?
ഇത് ജനാധിപത്യ ഭരണമാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ രാജഭരണമാണ്. നിങ്ങൾ അതിനെപ്പറ്റി പറയേ. സ്വന്തം മന്ത്രിമാരോട് അടക്ക്, സ്വന്തം മന്ത്രിമാരോട് പറയാത്തതിന് ഞങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? എൻ്റെ ചോദ്യം ഇതാണ്. സ്വന്തം മന്ത്രിസഭയിൽ ഈ കാര്യം പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, അവരല്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലല്ലോ പറയേണ്ടത്. കേന്ദ്ര സർക്കാർ ഒപ്പിടുമ്പോൾ നീ GR അനിലിനോട് പറഞ്ഞോ, രാജനോട് പറഞ്ഞോ എന്ന് ചോദിക്കില്ലല്ലോ. അല്ല പിന്നെന്താണ്? അല്ല, എന്തിനാ അതിന്റെ ആവശ്യമൊന്ന്? നേരെ ഒപ്പിടല്ലോ. ഞാനും അതിനെ ചോദിക്കുന്നത്, നേരെ ഒപ്പിടല്ലോ. സംശയിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് എന്തായാലും ഉള്ളതെന്ന് ഞങ്ങളിത് അപ്പോഴേ പറയുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലല്ലോ. കൂടെ താല്പര്യമൊന്നുമില്ല, കാശിന്റെ ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ നടപ്പാവും. ഇപ്പൊ വഖഫ് നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ? കേരളം വേറെ രാജ്യമാണോ? തമിഴ്നാട് ഇപ്പൊ പൊളിയുന്നേ, അവര് പൊളിഞ്ഞ് പാളീസായിട്ട് അവര് നടപ്പാക്കേണ്ടി വരും. അല്ല, തമിഴ്നാടിനെയും ബംഗാളിനെയും ഇരുട്ടിൽ നിർത്തിയെന്നാണ് ഇവർ പറയുന്നത്. ആര്? CPM ഇവര് സമർത്ഥന്മാരാ. ഇവർക്ക് മനസ്സിലായി തമിഴ്നാടിനും ബംഗാളിനും കൈ കാശുണ്ട്, കുറച്ചു കാലം കൂടി പിടിച്ചേക്കാൻ പറ്റും. ആ കോടതിയൊന്നും അംഗീകരിക്കില്ല. രാജ്യം നടപ്പാക്കിയ ഒരു നിയമം ഒരു സംസ്ഥാനം മാത്രം നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെയാണെന്ന് വിചാരിക്കേണ്ടി വരില്ലേ? ഒരു കോടതിയിൽ നിൽക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പണ്ട് പോലെ. ഇവരാദ്യം ഓരോ കുറെ കാര്യങ്ങൾ പറയും, അപ്പം ഞങ്ങൾ ശരിയായ നിലപാട് പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ പാർട്ടി കോൺഗ്രസ് കൂടിയിട്ട് അതായിരുന്നു ശരിയെന്ന് പറയും. കുറച്ച് സമയം എടുക്കും. ട്യൂബ് ലൈറ്റ് പോലെയാണ് CPM, പെട്ടെന്ന് കത്തൂല. 4 കൊല്ലം എടുക്കും. പോരാട്ടം തുടരുമായിരിക്കും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോരാട്ടം തുടർന്നോട്ടെ, കാര്യങ്ങൾ കരിക്കുലം പരിഷ്കരണമൊക്കെ നടക്കും. തന്ത്രം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടന്മാരാണോ? ആണല്ലോ, ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണം അല്ലേ. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. കോൺഗ്രസ് ഗവൺമെന്റുകളെല്ലാം ഒപ്പിട്ടു. ഇപ്പോൾ ഒപ്പിടാത്ത പിണറായി വിജയനും ഒപ്പിട്ടു. ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലല്ലോ. സമ്മർദ്ദം നിങ്ങൾക്ക് വേണം ഒപ്പിട്ടത്. ഞാൻ പറഞ്ഞു, CPIയുടെ എതിർപ്പ് കുരയ്ക്കും, കടിക്കില്ല. CPI എപ്പോഴും കുറച്ചുകൊണ്ടേയിരിക്കും, കടിക്കില്ല. അങ്ങനെയുള്ള ജനസുകളുണ്ട്. കടിക്കുന്നവരധികം കുറയ്ക്കില്ല. കാരണം എന്താ പറയുക, ഈ 4 മന്ത്രിമാരെ അവിടെ നിന്ന് രാജിവെപ്പിക്കാൻ ഇയാൾക്ക് കഴിയുമോ? 4 മന്ത്രിമാർ ഇയാൾ പറഞ്ഞ കേൾക്കൂല. GR അനിലും രാജനും മറ്റേ പ്രസാദും മറ്റേ ചിഞ്ചുറാണിയും ബിനോയ് വിശ്വം അല്ല ഏത് സെക്രട്ടേറിയറ്റ് പറഞ്ഞാലും കേൾക്കൂല. അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതി എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ഭൂലോക അഴിമതിയാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഒന്നാം തരം അഴിമതിയാണ് അവരുടെ വകുപ്പിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല. ഒരു മന്ത്രിയും രാജിവെക്കില്ല. ബിനോയ് വിശ്വത്തിന് തൻ്റെ നിലപാട് അന്തസ്സുള്ള നിലപാടായിരുന്നെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും 2 മാസത്തേക്കെങ്കിലും ഈ മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ പുള്ളി കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആ പാർട്ടിക്ക് യാതൊരു നിലവാരവും കേരളത്തിലില്ല. അല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. വേറെ ശബരിമല വിഷയം എങ്ങനെ മറയുന്നത്? ശബരിമല വിഷയം ഒന്നും മറയില്ല. അത് ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ കാര്യത്തിൽ അവസാനത്തെ ഗൂഢാലോചനയിലെ കുറ്റവാളിയെ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു ആ വിഷയം തുടരും. പറഞ്ഞു ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഇത് നിശ്ചയിച്ച ദിവസം തന്നെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഞാൻ പറയട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. കഴിഞ്ഞ 5.5 വർഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാളോടാണ് നിങ്ങൾ ചോദിക്കുന്നത് പാർട്ടിയുടെ സമരം ഞാൻ ബഹിഷ്കരിക്കും. എന്ത് ചോദ്യമാണ്? നിങ്ങൾ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ എന്താണ് നിങ്ങളൊരു ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ഈ വാർത്തകൾ, ഞാൻ പറയട്ടെ, ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതി എന്നെ ഒരുപാട് പത്രക്കാർ ചോദിച്ചു. അവരാരും കൊടുത്തത് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചു പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, CKP ഇല്ല, VM ഇല്ല, രാംപിള്ള സാറില്ല, രാജേട്ടനില്ല. ഇതൊന്നും നിങ്ങൾക്ക് ചോദ്യമില്ല. എന്നെ എവിടെ കാണുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, V മുരളീധരനെയും K സുരേന്ദ്രനെയും നിങ്ങൾ ഒരുമിച്ച് കെട്ടണ്ട. അങ്ങനെ നിങ്ങളങ്ങനെ ചില ആളുകളെ ചേർത്ത് പിടിക്കണ്ട. V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും K സുരേന്ദ്രനും കൃഷ്ണദാസും കുമ്മനും ഒക്കെ അങ്ങനെ ചേർത്ത് ചോദിക്കുക. അല്ലാതെ ഞാനും V മുരളീധരനും മാത്രം അതൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ
നേതൃയോഗം അല്ല ഇന്നലെ നടന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും ഒരു അവലോകന യോഗമാണ്. ആ യോഗത്തിൽ മുൻ പ്രസിഡന്റുമാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ വെറുതെ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞല്ല, BJP CPM പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല. ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പറയേണ്ട സ്ഥലത്ത് പറയും. അല്ലാതെ യോഗം ബഹിഷ്കരിക്കുക എന്നിട്ട് മാധ്യമങ്ങളിൽ അത് പറയുക, അത് ഞങ്ങൾക്കില്ല. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ എന്നെ ശരിയായ നിലയിൽ സഹായിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി കുട്ടൻ നായരോട് പ്രത്യേകിച്ചും ഞാൻ അറിയിക്കുകയാണ്. ശരി, അല്ലല്ല, സഹായികൾക്ക് വലിയ നന്ദിയുണ്ട്, എപ്പോഴും ഓർമ്മിക്കണം. ശരി ശരി ശരി, നമുക്ക് വെറുതെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം CPI ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, അതുകൊണ്ട് LDF ഈ PM ശ്രീ കരാറിന്റെ വ്യവസ്ഥകൾ പരിശോധിക്കുന്നു. അതിന് LDF കൺവീനർക്ക് അവിടെ വല്ല അധികാരമുണ്ടോ? എൻ്റെ അടുത്ത സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് TP രാമകൃഷ്ണൻ, നല്ല മനുഷ്യനാണ്. അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? LDF കൺവീനർ ഇത് ഏഷ്യാനെറ്റിലൂടെ മനോരമയിലൂടെ അറിഞ്ഞു, നിങ്ങൾ റിപ്പോർട്ടറിലൂടെ അറിഞ്ഞതാണ്. LDF കൺവീനർ പോയിട്ട് പറയട്ടെ, CPM സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ നിങ്ങൾ ഇവിടെ MA ബേബി അറിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ? CPM-ൽ ഇതാരും അറിഞ്ഞിട്ടില്ല. എവിടെ അല്ലെ? അപ്പൊ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ ഇത്രയും കാലം സമരം ചെയ്ത്? ഇന്നലെ ഞാൻ പറയട്ടെ, ശിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു, ഇതാ ഇല്ലെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് വായിച്ചു നോക്കാതെയല്ലേ ഇത്രയും കാലം സമരം ചെയ്ത്? അതുകൊണ്ട് LDF പൊളിഞ്ഞ് പാപ്പരായില്ലേ? ആശയ പാപ്പരത്വത്തിന്റെ ആ ഉത്തുംഗ ശൃംഗത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിണറായി വിജയനും ശിവൻകുട്ടി അല്ലാതെ വേറെ ആരും അറിയും? വേറെ ആരും അറിയില്ല. MA ബേബി അറിയില്ല. പാവം പുള്ളിക്ക് എന്താ പ്രശ്നം? CPM-ന്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ സഹായം വേണം, നിങ്ങൾക്ക് അറിയുന്നല്ലേ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ എപ്പോഴാണ് നോക്കൂത്തിയല്ലാത്തത്? കഴിഞ്ഞ ആഴ്ച MA ബേബി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, 5 മിനിറ്റിൽ തിരുത്തി പറയേണ്ടി വന്നു, ഉഗ്രശാസനം വന്നു. ഇവിടെ ജനാധിപത്യ ഭരണമല്ല, ഇവിടെ രാജഭരണമാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മൾക്ക് എന്താ, നിങ്ങളുടെ കരാറല്ല ദീപക്, ഇത് രാജ്യത്തിന്റെ കരാറാണ്. അല്ല ഞങ്ങൾക്ക് എന്ത് കരാറ്? ഞങ്ങൾ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. നിങ്ങൾ VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇഷ്ടമല്ലാത്തതിൽ പഠിക്കണ്ട, വളച്ചൊടിക്കില്ല. ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനല്ലേ ഞങ്ങൾക്ക് ഇത്ര മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ, ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ. നിങ്ങൾ ആലോചിക്കൂടെ എത്ര വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നു? ഇല്ല, പരിഹസിച്ചില്ല. അത് ദീപക് വൈകി വന്നോണ്ടാ. ഞാൻ എന്തെങ്കിലും പരിഹസിച്ചു? ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, 4 കൊല്ലം ഇത് തടഞ്ഞു വെച്ചത് തെറ്റായി പോയി എന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിഹസിച്ചില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. TP രാമകൃഷ്ണൻ എന്താ അങ്ങനെ പറഞ്ഞത്, പിന്നെ യമകണ്ഠ കാലമാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു, അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. എനിക്കതിലൊന്നും ഒരു അഭിപ്രായമില്ല. നിങ്ങൾ എന്തുവേണേ ആയിക്കോളൂ.